പണവും താലന്തും കഴിവും ഉണ്ടായിരിക്കണം. പക്ഷേ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നതിന് പ്രാഥമികമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായി വരണം? സ്നേഹമുണ്ടാകണം. ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടാകണം. ആ ദൈവത്തിന്റെ സ്നേഹം ആണ് നമ്മുടെ ഗീതങ്ങളായി പുറത്തേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ വാക്യം മലയാളത്തിൽ അത് സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കുന്നവരെ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സേസ് ഗോഡ് സീക്കത്ത് സച്ച് ടു വർഷിപ്പ് ഹിം. ദൈവം അങ്ങനെയുള്ളവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുവാൻ. രാത്രിയിൽ കിടക്കയിൽ താങ്കളുടെ ഗ്യാതമായി പീപ്പിൾ ടു വർഷിപ്പ് എന്ന് പറയുന്നത് ആ പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. തന്റെ ജനം, താൻ വില കൊടുത്ത് നേടിയ ജനം തന്നെ യഥാർത്ഥത്തിൽ അവരവരുടെ ആത്മാവിൽ നിന്ന് സത്യത്തോടെ കാപട്യമില്ലാതെ തന്നെ ആരാധിക്കുന്ന ഒരു ജനത്തെ ഒരുക്കി എടുക്കപ്പെടണം എന്നൊരു ആഗ്രഹമാണ്. And how are you actually carrying it out? How do you intend to take it forward from here on? One example I want to share my experience is I was in a youth meeting. ഞാൻ പങ്കെടുക്കുമായിരുന്നു. I saw 7 worship bands, 7 young worship bands അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ഷോ ബേസ് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് ഞാൻ ശിവ എന്ന ബാൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ the mannerism of a rock star, it was there in me. And people used to make huge stages, വലിയ സ്റ്റേജുകൾ ഉണ്ടാക്കുക. അതിലെല്ലാം ഓടിക്കാടി കളിച്ച് നടന്ന് തുള്ളി ചാടി ജനത്തെ എൻ്റർടൈൻ ചെയ്യുക. എ സ്പിരിറ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ബട്ട് ഞാൻ ഈ പിള്ളേരെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചു. 7 ബാൻഡുകൾ അവിടെ പാടി. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനേ കഴിഞ്ഞില്ല. കാരണം പാടുന്നവരൊന്നും വർഷിപ്പ് ചെയ്തില്ല, പ്ലേ ചെയ്യുന്നവരൊന്നും വർഷിപ്പ് ചെയ്തില്ല. അവർ മ്യൂസിക് പ്ലേ ചെയ്തു, പാട്ട് പാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സെഷൻ ടൈം വന്നപ്പോൾ ഞാൻ ഈ യങ്സ്റ്റേഴ്സിനെ എല്ലാം മുമ്പോട്ട് വിളിച്ചു. ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഗായക സംഘങ്ങളും ദയവായി കടന്നു വരുവാൻ പറഞ്ഞു. ഇവരെല്ലാം സ്റ്റേജിൽ വന്നു. സ്റ്റേജ് വന്നപ്പോൾ ഞാൻ നല്ല ഒരു വർഷിപ്പ് സോങ് ഐപോഡിനകത്ത് പ്ലേ ചെയ്തു. അപ്പോൾ ഇവരുടെ കയ്യിൽ ഗിറ്റാറില്ല, മൈക്രോഫോണില്ല, ഡ്രംസ് ഇല്ല, ഒന്നുമില്ല. ഇവർ സ്റ്റേജിൽ നിൽക്കുക. മുൻവശത്ത് 500-ലധികം യങ്സ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്നവരെല്ലാം ലീഡേഴ്സാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് വർഷിപ്പ് ഗാഡ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഈ വന്ന് നിന്ന ഏതാണ്ട് 10-30 പേര് നിന്ന് വിയർക്കുക. ഒന്നും ചെയ്യാനില്ല. ഗിറ്റാർ കയ്യിലില്ല, മൈക്രോഫോൺ ഇല്ല, ആരെയും ഒന്നും കാണിക്കാനില്ല. That's where Lord comes, seeking you, seeking the true worshipper. True worship doesn't need music, but you need that music from your heart. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സങ്കീർത്തനം, ആ പാട്ട്, സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തെ നീ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അത് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ അവിടെ നിന്നു ഞാൻ നോക്കിയപ്പോൾ 2 പേര് കരയുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരുടെ മാനറിസംസ്, ദ ബോഡി ലാംഗ്വേജ് ഷോഡ് ഹൗ ഫ്രസ്ട്രേറ്റഡ്, എങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ കുഞ്ഞുങ്ങൾ. ആ യൗവനക്കാരെ കണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായി. എന്നാൽ പിന്നത്തേതിൽ ഞാൻ അവരോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. ആരാധിക്കുന്നവൻ ഒന്നാമത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നീ അവനെ കണ്ടെത്തുവാനിടയാകും. നീ അവനെ കാണുമ്പോൾ നീ അവനെ സ്നേഹിക്കും. അവനെ സ്നേഹിക്കുമ്പോൾ നീ അവനെ അനുസരിക്കും, നീ അവനെ അനുഗമിക്കും. അവിടെയാണ് നിന്റെ ആരാധന തുടങ്ങുന്നത്. ആരാധനയിൽ നാം അവനെ അന്വേഷിക്കും, നാം അവനെ അന്വേഷിച്ചാൽ കണ്ടെത്തും, കണ്ടെത്തിയാൽ സ്നേഹിക്കും, സ്നേഹിച്ചാൽ അനുസരിക്കും, അനുസരിച്ച് അനുഗമിക്കും, യെസ്. അപ്പൊ ഈ അനുകരണം എന്ന യേശുവിനെയാണ് നീ അനുകരിക്കുന്നത്.
യേശുവിനെ നീ അനുകരിക്കുമ്പോൾ നീ യേശു അല്ലാത്തത് കൊണ്ട് യേശു ആകാനുള്ള ആ തീവ്രമായ ആ യാത്രയിൽ, ആ സ്നേഹത്തിന്റെ യാത്രയിൽ നീ രൂപാന്തരപ്പെടും. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപത്വം നീ പ്രാപിക്കും. അത് ദൈവത്തിന് പ്രസാദമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് 5 അടി 5 ഇഞ്ച് പൊക്കമേ ഉള്ളൂ. എനിക്ക് അമിതാഭ് ബച്ചനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ വലിയ ഷൂസിന്റെ പൊക്കം കൂട്ടും, എൻ്റെ ഹെയർ സ്റ്റൈല് മാറ്റും, എങ്ങനെയും അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കും, അങ്ങേരുടെ മാനറിസംസ് എടുക്കും, അങ്ങേരുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കും. എങ്ങനെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ ആ വ്യക്തിത്വത്തെ മറക്കാൻ, ഈ പുതിയ വ്യക്തിത്വം ധരിക്കാൻ, ഒന്ന് അമിതാഭ് ബച്ചനെ പോലെ ആകാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യും. ഏറ്റവും നല്ല ആരാധനയുടെ ഉദാഹരണം ഏറ്റവും നല്ല അനുകരണമാണ്. ഒരാളെ അനുകരിക്കുന്നുവെങ്കിൽ നീ അവനെ ആരാധിക്കുന്നു. അപ്പൊ നിന്നിൽ യേശുവിന്റെ ഒരു എലമെന്റും കാണുന്നില്ലെങ്കിൽ നീ ജനത്തെ എന്റർടൈൻ ചെയ്യുകയാണ്. അല്ല, എന്റർടൈൻമെന്റിന് ഒരു വലിയ അപകടമുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് എന്റർടൈൻമെന്റ്, when we deeply seek the root of entertainment has a spirit of prostitution. Because take me, give me, amen, yes sir, for everything. You can buy me. No, worship is about giving. Giving your heart to God, your life to God, your music, your voice, your message, your attitude. നിന്നെ മുഴുവനുമായിട്ട് നോക്കുമ്പോൾ നിന്നിൽ യേശുവിന്റെ ആരാധകന്റെ സത്യത്തിലും ആത്മാവിലും നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ വെളിച്ചമായി തീരും. ദൈവം വെളിച്ചമാകുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വെളിച്ചമാണ് യേശു ക്രിസ്തു. അപ്പൊ അവന് നമ്മെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. മാത്രമല്ല, നമ്മളിൽ, നമ്മുടെ അകമയുള്ള മനുഷ്യനിൽ യേശു വസിക്കുമ്പോൾ നമ്മൾ പ്രകാശമായി തീരുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഫ്രം yourself to the mind of Christ. You have a mind of your own where you're ready to crucify it. നിനക്ക് പൗലോസിനോട് ചേർന്ന് പറയുവാൻ സാധിക്കും, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരാധനയുടെ മർമ്മം ഞാൻ കണ്ടതിൽ ഏറ്റവും ആഴത്തിലുള്ള ഒരു കാര്യം അതാണ്. പിന്നെ സോങ് ഓഫ് സോങ്സിൽ ഒരു വാക്യം ഞാൻ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. 8-ാമത്തെ അധ്യായം, സോങ് ഓഫ് സോളമൻ, 8th chapter, 6th verse. Put me like a seal over your heart, like a seal on your arm, for your love is strong as death. Jealousy is as severe as Sheol. Its flashes are flashes of fire, the very flame of the Lord. എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിയവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. And even the 7th verse says it more. Many waters cannot quench love, nor will rivers overflow it. If a man were to give all the riches of his house for love, it would be utterly despised. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്തുവാൻ പോരാ, നദികൾ അതിനെ മുക്കി കളയുകയുമില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള സർവസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. Jesus proved it on the cross. യേശു ഇത് ക്രൂശിൽ തെളിയിച്ചു.